ഞായറാഴ്ച പള്ളി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദേ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ജലദോഷവും തലവേദനയും. അപ്പോൾ അതങ്ങ് ഒഴിവാക്കി വീട് ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞതേ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയത് ടിക്കാട്ടേക്ക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. അത് സിറ്റിയിലുള്ളതാണ്. അവിടെ ഞങ്ങൾ കുറച്ച് നാനും 2 കറിയും എല്ലാം ഓർഡർ ചെയ്തു. പക്ഷേ ഫുഡ് അത്ര അടിപൊളിയായിരുന്നു എന്നൊന്നും പറയാനില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മധുരം കഴിക്കണമെന്ന് തോന്നി നേരെ പോയത് തൊട്ടടുത്തുള്ള മാക്സ് ബ്രണറിലോട്ടാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറിയും പിന്നെ അതിൻ്റെ കൂടെ മിൽക്ക് ചോക്ലേറ്റുമാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം കഴിച്ച് മനസ്സൊക്കെ ഒന്ന് നിർവൃതി അടഞ്ഞു. കുറച്ച് മധുരമൊക്കെ ചെന്നപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയി, ഒരു ഉന്മേഷമൊക്കെ വന്നു. പുറത്ത് ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്കിടെ നടക്കാതെ നമ്മൾ അകത്ത് ഓരോ കടകളിൽക്കിടെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് കുറച്ച് ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഞങ്ങൾ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ പോയത് H&Mലോട്ടാണ്. അവിടുന്ന് ആക്ച്വലി ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ച് കയറിയതല്ല, അതുവഴി പോയതല്ലേ, ചുമ്മാ ഒന്ന് ബ്രൗസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഹൊസാനയ്ക്ക് ദേ ഞാൻ ഈ ടോപ്പ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. സാധാരണ എനിക്ക് ഹൊസാന എടുത്തു തരുന്ന എല്ലാ ഡ്രസ്സുകളും ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര സൂട്ടാവുന്ന സാധനങ്ങളാണ് ആളെടുത്ത് തരാറ്. അങ്ങനെ ഞാനിത് ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ സൈസെല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഹൊസാനയുടെ ഫ്രണ്ടിൻ്റെ കോൾ. ഞങ്ങളിപ്പം ക്രിസ്മസ് ഇൻ ജൂലൈ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓസ്ട്രേലിയയിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് പീക്ക് വിൻ്റർ ടൈം. ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഇവിടെ സമ്മറാണ്. ഡിസംബർ ജനുവരിയൊക്കെ പീക്ക് സമ്മറിൻ്റെ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലെ പോലെ ഇവിടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു തണുപ്പല്ല, കൂടുതൽ സമ്മറാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തോ ചെയ്യും, ഇവിടെ ക്രിസ്മസ് ഇൻ ജൂലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ക്രിസ്മസിൻ്റെ ഒരു ഫീലൊക്കെ വരാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു പ്രോഗ്രാം നടത്തും. ഇതെല്ലാ വർഷവും നടക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ്, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ്. കുറച്ച് സൂപ്പൊക്കെ വാങ്ങിയിട്ട് ഇന്ന് ഡിന്നർ അതാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി കറങ്ങാനൊന്നും നിന്നില്ല, നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, വണക്കം.